ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ സംവാദം ഇന്നലെ നടന്നില്ല. ഇന്നലെ 2 ദിവസമായും തോന്നുന്നു, ഇച്ചിരി തിരക്കായിരുന്നു. എന്നാലും കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയല്ലേ, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്, ശക്തമായ തീരുമാനമെടുക്കുന്ന ഗവൺമെൻറ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ആയുസ് ഡോക്ടറുടെ കേസിൽ കണ്ടോ, ഗവൺമെൻറ് ശക്തമായി ഇടപെട്ടു. ആ ഡോക്ടറുടെ നിഷ്കളങ്കത അംഗീകരിച്ചു. അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളെല്ലാം നിർത്തിവെച്ചു. അദ്ദേഹത്തിന് ആവശ്യമായ പ്രോത്സാഹനം നൽകാൻ തീരുമാനിച്ചു. ജനകീയനായ ഡോക്ടറെ പറഞ്ഞാൽ ആദരിക്കുക കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനൊരു സംഭവം യൂറോപ്പിലോ അമേരിക്കയിലോ ആണ് നടക്കുന്നതെങ്കിൽ അദ്ദേഹം ആദരിക്കപ്പെടുമായിരുന്നു, അംഗീകരിക്കപ്പെടുമായിരുന്നു. അടുത്ത ഒരു ഗവൺമെൻറ് വരുമ്പം ഒരു ആരോഗ്യമന്ത്രിയാക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയാണെന്ന് പരിഗണിക്കപ്പെടുമായിരുന്നു തീർച്ചയായിട്ടും. ഇവിടെയും അങ്ങനെ എടുക്കാൻ പാടില്ല. അത്രയും സാമർഥ്യമുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. കാരണം ആ രംഗത്ത് പരിശീലനം ലഭിച്ച് ജനങ്ങളോടൊത്ത് നിന്നു, ജനങ്ങളിൽ ഒരുവനായി മാറി, ബൈക്കിലും കാറിലുമൊക്കെ നടക്കുന്നു, ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നു, ചെറിയ വീട്ടിൽ ജീവിക്കുന്നു അല്ലേ. എന്തുകൊണ്ടും 100-ൽ 100 മാർക്ക് കിട്ടാവുന്ന ഒരു ഭിഷഗ്വരനാണ് അദ്ദേഹം. നാളെ 100-ൽ 100 മാർക്ക് കിട്ടുന്നൊരു ഡിപ്ലോമാറ്റായും ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് വരാൻ സാധ്യതയില്ലായില്ല. അതിന് ഞാൻ ആശംസ അർപ്പിക്കുകയാണ്. ഓക്കെ, എന്തായാലും നാം എല്ലാം ഞെട്ടിത്തരിച്ചിരിക്കുകയാണല്ലേ. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ അദ്ദേഹം പാർലമെൻറ്റിലല്ല അവതരിപ്പിച്ചത്, പ്രസ് കോൺഫറൻസിലാണ്. ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തോട്ട് വിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ പലപ്പോഴും, ഞാനൊരു പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നപ്പം രജിസ്ട്രാറാണ് നമുക്ക്. പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പലരും ചേർന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇലക്ഷൻ ഓരോ സ്റ്റേറ്റിലല്ലേ, ഒരേ സമയമല്ലല്ലോ. അപ്പം ഒരു സ്റ്റേറ്റിൽ നിന്ന് തങ്ങളുടെ ആജ്ഞാനുവർത്തികളായ ഒരു 10,000-5,000 പേരെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് കൊണ്ടുവരിക. അവിടെയൊക്കെ പ്രീ പ്ലാൻഡായിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു വീട്ടിൽ 50 പേരെ ഓട്ടോ ചേർത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഗുഡ് മോർണിംഗ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു MP ഒരു വീട്ടിൽ കണ്ടു 8, 10, 20 ഓട്ടോ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാം. പുതിയ നിയമം വന്നിരിക്കുന്നത്, പണ്ട് 3 മാസമെങ്കിലും താമസിച്ചാലേ പേര് ചേർക്കാവുള്ളൂ. ഇപ്പം ഒരു ദിവസമാണെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പേര് ചേർക്കുന്ന തലേദിവസം വന്നാൽ പോലും ചേർക്കാം. പക്ഷേ എന്നാലതൊക്കെ മോശമാണ്. ഒരു ഐഡൻറ്റിറ്റി പോലും വെരിഫൈ ചെയ്യാതെ ഒത്തിരി ഉദ്യോഗസ്ഥന്മാർ ഉണ്ട്, BLO എന്നൊക്കെ പറഞ്ഞുണ്ട്. അത് ചീറ്റിംഗ് ആണെന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? അത് ഒരു ജനാധിപത്യം, ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ വില അവിടെ പോയി. ഇനി പുറത്തു നിന്ന് പറയുമ്പോൾ അവർ പുച്ഛിക്കുകയല്ലേ, ഇതാണോ ജനാധിപത്യം ചോദിക്കുകയല്ലേ. ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വിജയം എന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടി. ഇന്ത്യ ആകെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഈ പണി നടക്കത്തില്ല. ഓരോ പൗരനും അവൻ്റെ മണ്ഡലത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പരിശോധിക്കാൻ അവസരം കൊടുക്കണം. ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ് അത് പബ്ലിഷ് ചെയ്യണം വോട്ടേഴ്സ് ലിസ്റ്റ്. അത് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന ഈ കാലത്ത് ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് വേണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഈ കളത്തിലൊന്നും നടക്കില്ല, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയെ കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനി ആവർത്തിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. എന്തായാലും ചൗക്കീദാർ ചോർ ഹേ എന്ന് പാർലമെൻറ്റിൽ പലരും പറയുന്നത് കേൾക്കാം. അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണല്ലേ, തെളിഞ്ഞതുപോലെ വന്നിരിക്കുകയാണല്ലേ. തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആളല്ല, തെളിഞ്ഞിരിക്കുന്നത് പോലെ വന്നിരിക്കുന്നു എന്ന് പറയാം. സംശയമുണ്ട് അല്ലേ. എനിഹോ
ഇത് മാറ്റണം. വരുന്ന കുഴപ്പം എന്നാണെന്നറിയോ, നമ്മൾ പൊട്ടന്മാരാണ്, നമ്മൾ അംഗീകരിക്കും ഇതൊക്കെ. ഗുഡ് മോർണിംഗ്. പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ ചെല്ലുമ്പോഴേ അവർ പറയും ചൗക്കിദാർ ചോർ ഹേ എന്ന്. ചൗക്കിദാർ ചോർ ഹേ എന്ന് അവർ പറയും, പെരപ്പുറത്ത് അവർ പറയും. അത് നമുക്ക് ഭയങ്കര ഇൻസൾട്ടല്ലേ. അതുകൊണ്ടത് പാടില്ല. നമുക്കറിയാം സീസറിൻ്റെ ഭാര്യ സംശയത്തിന് പോലും അതീതിയായിരിക്കണം എന്ന് പറഞ്ഞ ഒരു വലിയ വാക്യമുണ്ട്. അതുപോലെ ആയിരിക്കണം. എന്തായാലും എല്ലാവരും തന്നെ ബദ്ധശ്രദ്ധരായിരിക്കണം. നമ്മൾ ഇലക്ഷൻ വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ടർ പട്ടികയാണെന്നുള്ള ബോധ്യം എല്ലാവർക്കും വരണം, ജനങ്ങൾക്കും വരണം. അത് നിരീക്ഷിക്കണം. അല്ലെങ്കിൽ അപ്പോൾ തന്നെ അത് വെട്ടിക്കളയണം, വെട്ടിപ്പിക്കണം. വേണ്ടി വന്നാൽ കോടതിയിൽ പോകണം, അത് വെട്ടിപ്പിച്ച് കളയാൻ. എന്തായാലും ഇത് അനുവദിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കും. ഇപ്പം തന്നെ പുച്ഛിക്കലിന് കുറവൊന്നുമില്ല. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരാളൊരു വീഡിയോ ഇട്ടിരിക്കുന്നു. കേരളത്തിൽ മദ്യം എങ്ങനെ ഓൺലൈനിൽ ഒരു വീട്ടിൽ കൊടുക്കാം എന്ന് ആലോചിക്കുമ്പോൾ വികസിത സുന്ദര ഭാരതത്തിൽ ഒരു രോഗിയെ രണ്ടുപേരും മുളയെ വെച്ച് കെട്ടിക്കൊണ്ട് ആശുപത്രിയിലോട്ട് നടന്നു പോവുക. പറയുമ്പോൾ ആശാമാർ ഭയങ്കര വികസനമെന്നാണ് പറയുന്നത്. കേരളത്തിലെ സ്ഥിതി എന്താണ്? ഇവിടെ വിദേശ രാജ്യങ്ങളെ പോലെ ഒരു ബ്രാൻഡി 23 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ബ്രാൻഡി വേണമെങ്കിൽ നിങ്ങൾ ജോലിയും കളഞ്ഞു പോകേണ്ട കാര്യമില്ല. യു ജസ്റ്റ് സെൻഡ് ആൻ ഇൻഫർമേഷൻ ടു ദി അപ്രോപ്രിയേറ്റ് റിറ്റെയിൽ ഷോറൂം. ദേ വിൽ ഷെയർ ഇറ്റ് ഓർ പ്രൊവൈഡ് ഇറ്റ് ഇൻ യുവർ ഹോം ഇറ്റ്സെൽഫ്. അപ്പം അവിടെ ആ തൊഴിൽ സമയം നഷ്ടപ്പെടുന്നില്ല. ശുദ്ധമായ മദ്യം, ഞാൻ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ മദ്യപിക്കുന്ന ആളല്ല. നമ്മുടെ കേരളത്തിന് മദ്യം ചേർന്നതല്ല ഈ ക്ലൈമറ്റിന്. അതുപോലെ തന്നെ പുകവലി നമുക്ക് ഒട്ടും പറ്റിയതല്ല. ഡ്രഗ് തൊടാനേ പാടില്ല എന്ന് പറയുന്ന ആളാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ശാസ്ത്ര സത്യങ്ങളെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. ടി വി പണ്ടൊന്നും ടി വി വെക്കാത്ത വീടുണ്ട് പിള്ളേർ പഠിക്കുന്ന കാലത്ത്. ഇന്നിപ്പോൾ അത് നടക്കുമോ? അതുപോലെ നമ്മൾ ആധുനിക വാർത്താ മാധ്യമങ്ങളെ ഉപയോഗിക്കാതിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ അതൊന്നുമല്ല. നമ്മൾ ഇതിനെല്ലാം ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് അതിലെ നന്മകളെ ആസ്വദിച്ചുകൊണ്ട് വേണം മുമ്പോട്ട്. അതിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. മാറ്റി നിർത്തി ആരും വിജയിച്ചിട്ടുമില്ല. ഉത്തര കൊറിയയിലൊക്കെ എന്താ നടക്കുന്നത്? അവിടെ അവിടുത്തെ പ്രസിഡൻറ്റിനെ എന്തെങ്കിലും പറയുന്ന പറയാൻ പിറ്റേ ദിവസം തല കാണത്തില്ല. അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ ശക്തമായി പ്രവർത്തിക്കണം, പ്രതിരോധിക്കണം, ഏത് ശാസ്ത്ര സത്യങ്ങളെ അംഗീകരിക്കണം, അതിൻ്റെ ഗുണഫലങ്ങളെ നമ്മൾ ആസ്വദിക്കണം. അതുപോലെ തന്നെ തിന്മയുണ്ടെങ്കിൽ അത് തള്ളിക്കളയണം. അങ്ങനെ വേണം ജീവിതം കെട്ടിപ്പടുക. അല്ലാതെ എന്തിനെങ്കിലും മാറ്റി നിർത്തിയിട്ടൊരു കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രം വായിച്ചു, ഇപ്പോൾ 2 വാർത്ത വന്നു. ഒന്ന് മലപ്പുറത്ത്, ഒന്ന് പാലക്കാട്. ഒരു പെൺകുട്ടിയെ ഒരു ബംഗാളി എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളി ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ. ബംഗാളി അല്ല, ആസാമിയാണെന്ന് തോന്നുന്നു. അവൾ കുതിറി മാറി. അവൾ സ്കൂളിൽ പഠിച്ച കരാട്ടെ അടിച്ചവൻ്റെ അടിവയറ് കലക്കി, ഇടിച്ചവൻ്റെ മൂക്ക് പരത്തി, എന്നിട്ട് ഓടിയൊരു കുടുംബശ്രീക്കാരുടെ ഹോട്ടലിൽ കയറി. പോലീസ് വന്നു, അവനെ തപ്പിപ്പിടിച്ചു. പാലക്കാട് ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അവൻ വഴിച്ച് നോക്കാത്ത രീതിയിൽ അവൾ ചവിട്ടി അവൻ്റെ വയറ് കലക്കി. അപ്പം നമ്മളെ പെൺകുട്ടികളെ കരാട്ടെ കുംഫു പഠിപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. എൻ്റെ ക്ലാസ്സിൽ യൂട്യൂബ് ചാനലിലുള്ള എൻ്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ നീന്തൽ പഠിപ്പിക്കണം. 5ാം ക്ലാസ് ആകുമ്പോൾ കരാട്ടെ കുംഫു പഠിപ്പിക്കണം. 18-ാം വയസ്സ് കഴിയുമ്പോൾ നീന്തലും ഒരു അയോധന കലയിൽ പ്രാമുഖ്യമുള്ളവനും അല്ലെങ്കിൽ ഉള്ളവളും അതുപോലെ ഡ്രൈവിങ്ങും പഠിച്ചു വേണം പുറത്തോട്ടിറങ്ങാൻ. സാമാന്യമായി ജീവിക്കാനുള്ള എല്ലാ ട്രെയിനിങ്ങും ആ സ്കൂൾ കാലത്ത് കിട്ടണം. അതായിരിക്കണം വേണ്ടത്. ഇപ്പോൾ എൻ്റെ കൊച്ചുമോളിപ്പം 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ സുന്ദരമായി നീന്തും. അതുപോലെ കൊച്ചുമോനുണ്ട്, അവൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനും നീന്തലിൻ്റെ ബാലപാഠങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു മോഡേൺ ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ഫ്രീ സ്റ്റൈലല്ലായിരുന്നു. അപ്പം അങ്ങനെയല്ല, ഏറ്റവും ടെക്നോളജി വലിയ ആളുകൾ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു സയൻറ്റിഫിക്കായിട്ട്. അപ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മളെക്കാൾ നീന്തും ഭയങ്കര സ്പീഡാണ് അവർക്ക്.
എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനത് കണ്ടിച്ചിരി പഠിക്കുന്നുണ്ട്. ഞാൻ നീന്തൽ പഠിച്ചത് നമ്മുടെ പുഴയിൽ കൂട്ടുകാരും വാഴപ്പിണ്ടിയൊക്കെ ഉപയോഗിച്ച് നടത്തിയ ഫ്രീ സ്റ്റൈൽ ട്രെയിനിങ് ആയിരുന്നു. ഇപ്പോൾ അത് ഇച്ചിരി മാറി, ഇപ്പോൾ മോഡേണായി. എന്ന് ഞാൻ പറഞ്ഞത് നീന്തൽ പഠിപ്പിക്കണം. 5ാം ക്ലാസ് ആകുമ്പം കരാട്ടെ കുഫുവിനെ ചേർക്കണം. 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ബ്ലാക്ക് ബെൽറ്റിലേക്ക് വരും. നീ ഇച്ചിരി മണ്ടൻ കുട്ടിയാലും മണ്ടിയാണെങ്കിൽ 4 വർഷം കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് എടുക്കും. അപ്പം അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് വരികയാണ് അല്ലേ. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാൽ പെങ്കൊച്ചിനെ വായും മൂക്കും പിടിച്ച് കരുത്തിന് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ മെലിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കേണ്ട. 2 ആളുടെ ആരോഗ്യമുണ്ട്. കാരണം ജോലി ചെയ്ത് അവരുടെ മസിലൊക്കെ അത്രയും പവർഫുള്ളാണ്. ഒരു സാധാരണ പെൺകുട്ടിക്ക് അല്ലെ ഒരു യുവാവിന് പോലും അവനെ കീഴ്പ്പെടുത്താൻ ഇച്ചിരി പാടാണ്. ആ സ്ഥാനത്താണ് ആ പെൺകുട്ടി അവനെ ചവിട്ടി മേലാൽ ഈ പണിക്ക് പോകാത്ത രീതിയിലാക്കി കളഞ്ഞ്. കരാട്ടെ പഠിച്ചതുകൊണ്ടാണ്. കരാട്ടയ്ക്കകത്ത് ചില ടെക്നിക്കൊക്കെ ഉണ്ട്. നമുക്കറിയാം എന്ത് ചെയ്താൽ എവിടെ എങ്ങനെ രക്ഷപ്പെടാമെന്നൊക്കെയാണ്. അത് വലിയ കായികക്ഷമത ആവശ്യമില്ല ഈ ചെറിയ ടെക്നിക്കുകൾക്ക്. അപ്പോൾ അത് ഒക്കെ പെൺപിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളിലും പഠിപ്പിക്കണം. എല്ലാ സ്കൂളിലും ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ലാതെ 5ാം ക്ലാസ് തൊട്ട് കരാട്ടെ കൂടെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം പ്രൈവറ്റ് സ്കൂളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് സ്കൂളിലും കൂടെ അത് ചെയ്യണം. കരാട്ടെയോ കുംഫുവോ കളരിയോ അതിലിഷ്ടമുള്ള കുട്ടികൾക്ക് ഇഷ്ടമുള്ളതെന്ന് ചേട്ടാൽ ഈ കളരി മാത്രമേ പറ്റുള്ളൂ, കരാട്ടെ മാത്രമേ പറ്റൂ അങ്ങനെ പറയരുത്. കരാട്ടെ കുംഫുവോ കളരിയും വരിക. ഇഷ്ടമുള്ള കുട്ടികൾ ഇഷ്ടമുള്ളത് പഠിക്കട്ടെ. എന്തായാലും നന്നായിരിക്കും. നീന്തൽ പഠിപ്പിക്കണം. ഞാൻ എൻ്റെ മക്കളെ ഒരു 6, 7, 8 ക്ലാസ്സിലൊക്കെ വെച്ചാൽ നീന്തൽ അത് ശരി നേരത്തെ വേണ്ടിയിരുന്നെന്ന് എനിക്ക് തോന്നി, പിന്നീട് തോന്നിയിട്ടുണ്ട്. അത് അവർക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളെ കരാട്ടയോ കുംഫുവോ കളരിയോ പഠിപ്പിക്കണം. പിന്നെ നീന്തൽ പഠിപ്പിക്കണം. +2 കഴിയുമ്പം ഡ്രൈവിംഗ് ലൈസൻസും എടുത്ത് വേണം ഇറങ്ങാൻ. 18 വയസ്സ് കഴിയുമ്പം എന്നുവെച്ചാൽ മിനിമം യോഗ്യത ഇതൊക്കെ. പിന്നെ ഇപ്പോഴത്തെ ഡിമാൻഡ് 2 or 3 ഭാഷയും കൂടെ പഠിപ്പിക്കണം. ഈ വലിയ വേനലവധി കാലത്ത് പിള്ളേരല്ലേ അവർ ജർമ്മൻ ഭാഷ പഠിപ്പിക്കട്ടെ. അവർക്ക് ഭയങ്കര രസമായിരിക്കും. ഫ്രഞ്ച്, ഇറ്റാലിയൻ ഈ ഭാഷകളൊക്കെ പഠിച്ചാൽ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനം കിട്ടും. അവർ വെൽ എക്വിപ്ഡായിട്ട് വരും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം അവരെ ഡാൻസ് കൂടെ പഠിപ്പിക്കും. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഈ വിദേശത്തൊക്കെ ജോലിക്ക് പോകുമ്പോഴേ അവിടെ എല്ലാ പാർട്ടിക്കും ഡാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ആശാന്മാർ ഡാൻസിൽ രക്ഷപ്പെടുന്നത് മലയാളികൾ പോയിട്ട് മലയാളികളുടെ കൂട്ടുകാരുണ്ടാക്കി മലയാളിമാരുടെ അച്ഛന്മാരും അവരൊക്കെ വന്ന് അല്ലെങ്കിൽ അവിടെ അങ്ങ് ജീവിക്കുക. ഇവിടെ ഒരു പാർട്ടി ഞാൻ പറയാം 40 വർഷമായ ഒരു അമേരിക്ക ജീവിക്കുന്ന ഒരാൾ ഞാൻ നാണിച്ചു പോയി. അവരിപ്പോഴും കപ്പയും കാച്ചിലും ചോറും മീൻകറിയും ഉണ്ടാക്കിയാണ് ജീവിക്കുന്നത്. ഞാൻ പറയും എന്തൊരു മോശമാണോ. നാടുള്ളുമ്പോൾ നടുവ് അവിടെ ഉണ്ട്. നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ആ ഭക്ഷണം ശീലിക്കണ്ടേ. ഇപ്പോഴും ഇവിടുന്ന് അരി 40 കിലോ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോവുക. അവിടെ കിട്ടും ഇന്ത്യൻ സ്റ്റോറുണ്ട്, അതും പോരാഞ്ഞിട്ട് ഇവിടുന്ന് കൊണ്ടുപോവുക. അത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ചെന്ന് അവിടെ ആയിട്ട് ചേരണം നമ്മൾ. എൻ്റെ മകനും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ അവരവിടുത്തെ ഭക്ഷണം കഴിക്കും. ഞങ്ങളടുത്തപ്പോൾ ഞങ്ങളും അതാ കഴിച്ചു. എനിക്കിഷ്ടപ്പെട്ടു. അല്ല സാൻഡ്വിച്ച് അതായത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനകത്തും കുറച്ച് ഫ്രൂട്ട്സ് വരും, എല്ലാ ഭക്ഷണത്തിലും ഇച്ചിരി വെജിറ്റബിൾ വരും, എല്ലാത്തിലും ഇച്ചിരി റൈസ് വരും. അതായത് ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് എല്ലാം ഉണ്ടതിൽ. അതായത് സമീകൃത ആഹാരം നമ്മുടെ കാരണവന്മാർ പറയും. അത് കഴിക്കണം. പിന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത് പറഞ്ഞാലേ എന്ത് ഇതെന്നാലും ഒരു ബർത്ത്ഡേ വന്നാലും അവിടെ പാർട്ടിയുണ്ട്, പാർട്ടിക്ക് ഡാൻസ് ഉണ്ട്. നമ്മുടെ ആശാന്മാർ അതിൽ മൂലയിൽ പോയിരിക്കും. അത് പാടില്ല. നമ്മുടെ പിള്ളേരെയെങ്കിലും ഈ പറഞ്ഞ ഡാൻസ് ഇപ്പോൾ സൂംബ വന്നിട്ടുണ്ട് സ്കൂളിലല്ലേ, നല്ല അതൊക്കെ നല്ല സ്റ്റെപ്പ് വെക്കാനേ ഈ സായിപ്പന്മാരുടെ കൂടെ നമ്മൾ ഡാൻസ് ചെയ്യുമ്പം സ്റ്റെപ്പ് വെച്ചാൽ മതി. അവർ കൂടുതൽ ടെക്നിക്ക് കാണിക്കും. നമ്മൾ ചുമ്മാ ഒന്ന് നിന്നാൽ മതി. ഒരു കപ്പ് മുന്തിരിച്ചാറുമായിട്ട് ഇങ്ങനെ നമ്മൾ നിന്ന് കൊടുത്താൽ മതി, അവർ ചെയ്തോളും. അപ്പം അതിനുള്ള ധൈര്യവും ഇതൊക്കെ പഠിപ്പിച്ച് വേണം വിടാൻ. ഇനി കൊച്ചു കേരളം, കൊച്ചു കോട്ടയം, കൊച്ചിന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടായ ഒരു കാര്യം. ഇന്ന് ലോകം മുഴുവൻ നമ്മുടേതാണ്. വി ആർ ബിലോങ്സ് ടു ദി യൂണിവേഴ്സ്.
നമ്മൾ ഈ ലോകത്ത് നമ്മൾ ജനിച്ചപ്പം നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയണോ ജനിച്ചാലല്ലോ, ലോകത്ത് എവിടെ പോയും ജീവിക്കാനുള്ള തൻ്റെ ഇടവും ആംബിയറും നമ്മൾ നേടിയെടുക്കണം. ലോകമേ തറവാട്. ഇനിയിപ്പോൾ കാലം മാറി വരിക. പണ്ടൊക്കെ 2 ദിവസം 3 ദിവസം കൊണ്ട് അമേരിക്കയിൽ പോകുന്നവരിപ്പം 18ാമത്തെ മണിക്കൂർ ഇവിടെ എത്തും. അതിന് കുറയും, 10ഉം 6ഉം ഒക്കെ ആയിട്ട് കുറയും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ടാറ്റയും പറഞ്ഞ് വൈകിട്ട് ഇവിടെ വന്ന് ഡിന്നർ കഴിക്കാവുന്ന രീതിയിൽ കാലം മാറുക. അപ്പോൾ നമ്മൾ ഇനി ഇപ്പം എവിടെ പോകണമെങ്കിലും നമുക്ക് ശാസ്ത്രം, സാഹിത്യം എല്ലാം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതിനെ പ്രയോജനപ്പെടുത്തണം, അടിപൊളിയായിട്ട് ജീവിക്കണം. നാടിൻ്റെ ഉയർച്ച, നമ്മുടെ ഉയർച്ച, നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർച്ച, ഇതെല്ലാം ആത്യന്തികമായി ചെന്നിരിക്കുന്ന കുടുംബത്തിൻ്റെ ഉയർച്ചയാണ്. എല്ലാ കുടുംബങ്ങളും ഉയരണം, എല്ലാ ഭവനങ്ങളും അലങ്കരിക്കപ്പെടണം, എല്ലാ ഗ്രാമങ്ങളും അലങ്കരിക്കപ്പെടണം. അപ്പോഴാണ് നമ്മുടെ രാജ്യം മുന്നിലേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ കുറേ കാലം കഴിയുമ്പം, ഒരു 10 കൊല്ലം കഴിയുമ്പം ഇന്ത്യ ഒരു സ്റ്റേറ്റായിട്ട് എണിക്കപ്പെടുന്നൊരു കാലം വരും. ലോകം മുഴുവൻ രാജ്യങ്ങളിൽ ഇന്ത്യ, അമേരിക്ക, ചൈനയൊക്കെ ഓരോ സ്റ്റേറ്റായിട്ട് എണിക്കപ്പെടുന്നൊരു കാലം വരും. യൂത്ത് അങ്ങനെയാണ് പോകുന്നത്. ഈ ഇടുങ്ങിയ ചിന്താഗതിയൊന്നും അവരുടെ ഇല്ല. നിങ്ങളിവിടെ കിടന്ന് വർഗീയതയൊക്കെ ഭയങ്കരമായിട്ട് പറയുമ്പം നിങ്ങളുടെ കുട്ടികളോട് രഹസ്യമായിട്ട് ചോദിച്ചാൽ അവരുടെ ഹൃദയത്തിൽ ഈ പറഞ്ഞ കടുത്ത വർഗീയ ഭ്രാന്തൊന്നും ഇല്ല. അതൊന്നും ഇനി ചിലവാകത്തില്ല. അതുകൊണ്ട് ആ പണി ചെയ്യുന്നവരൊക്കെ വേറെ പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതിനൊന്നും വലിയ ഡിമാൻഡില്ല. നമ്മളീ നാട്ടിൽ കുറച്ച് വയസ്സന്മാരെ യങ്സ്റ്റേഴ്സേ കാണത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞിട്ടെന്നാ കാര്യം. അപ്പം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, ബുദ്ധിമുട്ടുന്നതിനെയും പ്രയാസപ്പെടുന്നതിനെയും സഹായിക്കാൻ പഠിപ്പിക്കണം, രോഗികൾക്ക് ആശ്രയമായി ഓടിയെത്താൻ പഠിപ്പിക്കണം. അതുപോലെ പഠിക്കുന്ന വിഷയങ്ങളിൽ അഗ്രഗണ്യനാകണം, പരിജ്ഞാനമുള്ളവനായിരിക്കണം. അങ്ങനെ ഉയർന്നു വരാൻ വേണ്ടി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉപയോഗിക്കാം. സ്നേഹത്തോടെ സൗകുമാര്യതയോടെ ജീവിക്കാൻ അവരെ പഠിപ്പിക്കാം. ശാന്തി സമാധാനവും അവരോടുകൂടെ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.